So hi students, as you know that IGNOU's December 2025 exam result is out, like early declaration ആണ്. അപ്പം ഇപ്പൊ 2-3 സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിരുന്നു, സർ ഡിസംബർ 2025 എക്സാം റിസൾട്ട് ഔട്ടായി, താങ്ക് യു ഫോർ ദി വീഡിയോസ്, ലൈക്ക് ദേ ഗോട്ട് എ ഗുഡ് മാർക്ക്. ചിലവർ പാസ്സായി, ചിലവർ നല്ല മാർക്ക് കിട്ടി എന്നൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം, അല്ല നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്ന റിസൾട്ട് എന്ന് കമന്റ് ഇടുക. ലൈക്ക് വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ യു, ഇതേപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നോ, ലൈക്ക് ഈ ബികോമിലെ എത്ര മാർക്ക് ഉണ്ടായിരുന്നു, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, അല്ല ജസ്റ്റ് പാസ് ആണോ, എല്ലാം മൊത്തത്തിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഇൻ ടുഡേസ് വീഡിയോ ഐ വിൽ ബി ഷോയിങ് യു ഹൗ ടു ചെക്ക് ഇഗ്നോസ് റിസൾട്ട്. എങ്ങനെയാണ് നിങ്ങൾ ഇഗ്നോന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്, നിങ്ങൾ ഇഗ്നോ ടേം ആൻഡ് റിസൾട്ട് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു സൈറ്റ് ഉണ്ട്, ഇഗ്നോ ടേം ആൻഡ് റിസൾട്ട്. അത് ഒഫീഷ്യൽ സൈറ്റ് ആണ്. അത് ഒഫീഷ്യൽ സൈറ്റ് മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ പോർട്ടൽ കാണാം. ഈ പോർട്ടൽ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, ടേം ആൻഡ് റിസൾട്ട് കൊടുക്കുക. അതുപോലെ ഡിസംബർ 2025 എക്സാം റിസൾട്ട് ഏർലി ഡിക്ലറേഷൻ കണ്ടു. നിങ്ങളെ എൻറോൾമെന്റ് നമ്പർ എന്താ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് അതിന്റെ സെർച്ച് ചെയ്താൽ നിങ്ങളെ ഏർലി റിസൾട്ട് അവിടെ പബ്ലിഷ് കാണിക്കുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളെ റിസൾട്ട് വന്ന് അഥവാ നല്ല റിസൾട്ട് അല്ല, നിങ്ങൾ നല്ലോണം എഴുതി ബട്ട് നല്ല റിസൾട്ട് അല്ല വന്നെ. ഫോർ എക്സാമ്പിൾ യു തോട്ട് യു വുഡ് സ്കോർ എബവ്, നിങ്ങൾ 36 ആണ് പാസ് മാർക്ക് വരുന്നത് 100-ല്, ഇൻ 50-ലാണെങ്കിൽ അതിന്റെ നേരെ ഹാഫ്. ഇത് ബട്ട് ഗ്രേഡ് കാർഡിൽ കാണിക്കുമ്പോൾ 100-ലാണ് കാണിക്കുക. അപ്പൊ ഇതിന്റെ ഡബിൾ ആയി വരും, ഇതിന്റെ ഡബിൾ ആയി വരുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് അഥവാ നിങ്ങളെ മാർക്കിൽ സാറ്റിസ്ഫൈഡ് അല്ല, നിങ്ങൾ ഇതിനെക്കാട്ടി സ്കോർ ചെയ്യുന്ന 100% ഷുവർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്തിൻ 40 ഡേയ്സ്, റിസൾട്ട് വന്ന് വിത്തിൻ 40 ഡേയ്സ് മാത്രമാണ് നിങ്ങൾക്ക് റീവാലുവേഷന് സബ്മിറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പൊ വിത്തിൻ 14 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷന് സബ്മിറ്റ് ചെയ്യുക. മോസ്റ്റ് ചാൻസ് ഞാൻ കേൾക്കാറുണ്ട് റീവാലുവേഷൻ സബ്മിറ്റ് ചെയ്ത് മാർക്ക് കൂടി കിട്ടി, ബട്ട് റീവാലുവേഷൻ ഫീസ് ഇസ് 750. സോ ഇഫ് യു ഹാവ് ഇനഫ് ടൈം, ഐ വുഡ് സേ ദാറ്റ് റീവാലുവേഷൻ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ 200 റുപ്പീസ് കൊടുത്ത് എക്സാം എഴുതാനായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാൻ. ബട്ട് സംടൈംസ് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതേ മാർക്ക് തന്നെ തിരിച്ചു വരുന്നതും മാർക്ക് കുറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ 100% കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ റീവാലുവേഷന് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അറ്റംപ്റ്റിൽ ജൂൺ അറ്റംപ്റ്റിൽ നല്ലോണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ട് 200 റുപ്പീസ് എന്ത് ചെയ്യുക, ഇത് എക്സാം എഴുതുക. അതുപോലെ ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫോർ ജൂൺ 2026, മീൻസ് ഗസ്റ്റ് പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കമന്റ് ഇടുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ബൈ.